എനിക്കൊരു 7-8 വയസ്സുള്ളപ്പം ഞങ്ങളുടെ വീടിന് നേരെ BJP അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഇത് പറയാൻ കാരണം അന്ന് എന്റെ അമ്മയ്ക്ക് ഇപ്പോഴത്തെ എന്റെ പ്രായമുള്ളായിരുന്നു. ഈ വീഡിയോയ്ക്ക് വേണ്ടി വോയിസ് ഓവർ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയും ശ്രമിച്ചായിരുന്നു. നെക്സ്റ്റ് ഡേ എനിക്ക് പാനിക് അറ്റാക്ക് വന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത് അന്നത്തെ അറ്റാക്ക് എനിക്ക് എവിടെയൊക്കെ ഒരു ട്രോമയായി കിടപ്പുണ്ടായിരുന്നു എന്നുള്ളത്. 18 വയസ്സുള്ളപ്പോഴാണ് അമ്മ അച്ഛന്റെ കൂടെ ഇറങ്ങി വരുന്നത്. അത്യാവശ്യം നല്ല ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് അമ്മ. അത്യാവശ്യം അന്ധവിശ്വാസവും കാര്യങ്ങളും എല്ലാം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ കൂടെ കൂടി മുല്ലപ്പൂം കൂടി ഏറ്റെടുക്കും കല്ലിന് കൊണ്ട് ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ പതിയെ പതിയെ അമ്മയെ മാറി ചിന്തിച്ചു. പിന്നെ ലവ് മാരേജ് ആയിരുന്നതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു കുറെ നാളത്തേക്ക്. ഇന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് എല്ലാം മുറുകെ പണിയെടുത്തുണ്ടാക്കിയതാണ്. അച്ഛൻ്റെ കൂടെ കൂടിയതിനു ശേഷം തന്നെയാണ് അമ്മ ഇത്ര മെന്റലി സ്ട്രോങ് ആയത്. കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് അമ്മ ഫേസ് ചെയ്യേണ്ടി വന്നത്. അന്ന് BJP അറ്റാക്കിന്റെ സമയത്ത് അമ്മയ്ക്ക് എന്റെ പ്രായമുള്ളെന്ന് പറഞ്ഞല്ലോ. അന്ന് അമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്. എനിക്കിന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. അമ്മ അന്ന് ബോൾഡായിട്ട് നിന്ന് ഞങ്ങളെ രണ്ടിനെയും പ്രൊട്ടക്ട് ചെയ്തു. ഞങ്ങളുടെ വീട്ടിലെ ജനലും കതകും അടക്കം എല്ലാം തകർന്നപ്പോഴും തകരാതെയും തളരാതെയും നിന്നൊരു മനസ്സാണ് എന്റെ അമ്മയുടേത്. ടീനേജ് കാലഘട്ടത്തില് അമ്മയുമായിട്ട് നല്ല പൊരിഞ്ഞടിയായിരുന്നെങ്കിലും ഐ എം ബിക്കമിങ് എ മിനി വേർഷൻ ഓഫ് മൈ അമ്മ എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ആസ് എ യങ് ഗേൾ അമ്മയ്ക്ക് കിട്ടാതിരുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ചേച്ചിയും ചേർന്ന് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് ഷീ ഈസ് ഓൾസോ ലിവിങ് ദിസ് ലൈഫ് ഫോർ ദ ഫസ്റ്റ് ടൈം, റൈറ്റ്? ആൻഡ് യെസ്, താങ്ക് യു അമ്മ ഫോർ ബീങ് ദ ബാക്ക് ബോൺ ഓഫ് അവർ ഫാമിലി.